ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തീരെ വയ്യ, പനി പിടിച്ച് ജലദോഷം ചുമ എല്ലാം കൂടിയായിട്ട് എൻ്റെ വോയിസ് ഒക്കെ ഫുൾ കട്ടായിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊന്ന് ആശ്വാസമായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് റിലേറ്റഡ് വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ആ ഒരു ഇത് ഫ്ലോ പോയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു എൻഗേജ്മെൻറ്റ് കുറയരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ചില വീഡിയോസൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ കമൻറ്റ് കണ്ടു, അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു കുട്ടി സർപ്രൈസും അതേപോലെ തന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോഴും എല്ലാവരും വന്നിട്ട് എന്തായി ഗിവ് അവേ എന്തായി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വച്ച് ലേറ്റ് ആക്കുന്നില്ല, എന്തായാലും നമുക്ക് ഗിവ് അവേ വീഡിയോയിലേക്ക് അങ്ങ് കിടക്കാം. എൻ്റെ സൗണ്ട് എന്തായാലും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം, എൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ഗിവ് അവേ വീഡിയോ, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാനൊരു സൂപ്പർ നോട്ടായിട്ട് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. റൂൾ നമ്പർ 1, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. ഈ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലവേഴ്സിൻ്റെ പിക്ചർ വെച്ച് പോകുന്നുണ്ട്. സോ ഈ എൻറ്റയർ വീഡിയോയിൽ എത്ര ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്പർ കമൻറ്റ് ചെയ്യുന്ന ആൾക്കായിരിക്കും. കമൻറ്റ് ചെയ്യുന്നതിൽ 2 പേർക്കായിരിക്കും ഞാൻ ഇപ്രാവശ്യത്തെ ഗിവ് അവേ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു നമ്മുടെ കട്ട സപ്പോർട്ടർക്കും കൂടെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. ഈ വീഡിയോ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻറ്റയർ വീഡിയോ ഫുൾ കാണണം. എൻറ്റയർ വീഡിയോയിൽ ഞാൻ ഒരു പിങ്ക് കളറുള്ള ഫ്ലവറിൻ്റെ പിക്ചർ, അതായത് ഇമോജി, ഈ വീഡിയോയിൽ എൻറ്റയർ വീഡിയോയിൽ പല സ്ഥലത്തായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റ് ചെയ്യുന്നതിൽ 2 പേരായിരിക്കും ഇപ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർ. ഓൾസോ നമ്മളെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സപ്പോർട്ടറിനെയും കൂടി ഞാൻ എടുക്കും. ടോട്ടൽ 3 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഗിവ് അവേ ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഈസി ആണല്ലോ, ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ട് എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഓക്കെ, പക്ഷേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സ്കിപ്പ് ചെയ്ത് പോയ സ്ഥലത്ത് ആ ഫ്ലവർ ഉണ്ടെങ്കിൽ നിങ്ങളത് മിസ് ചെയ്യും, ആ നമ്പർ. സോ അതുകൊണ്ട് പറഞ്ഞേ, ഫ്രം ദ 0 സെക്കൻഡ് ടു ദ ലാസ്റ്റ് സെക്കൻഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. കണ്ടിട്ട് എത്ര പിങ്ക് ഫ്ലവേഴ്സ് ഞാൻ എവിടേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എവിടേക്ക് പിൻ ചെയ്തിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയാണെന്ന് കമൻറ്റ് ഇടണം. ആ കമൻറ്റ് ഇടുന്നതിന് 2 പേർക്കായിരിക്കും ഞാൻ ഈ പ്രാവശ്യത്തെ ഗിവ് അവേ കൊടുക്കുന്നത്. ഓൾസോ ഈ കമൻറ്റ് കൂടാതെ തന്നെ ഒരു നമ്മുടെ കട്ട സപ്പോർട്ടർ ഒരാൾക്കും കൂടെ ഗിവ് അവേ ഉണ്ട്. സപ്പോർട്ടേഴ്സിന് നമുക്ക് മിക്ക ആഴ്ചകളിലും ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. അതായത് മറക്കണ്ട, ഫ്ലവേഴ്സ് എത്ര കൗണ്ട് ചെയ്തിടുന്ന 2 പേർക്കും പിന്നെ നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്കുമാണ് ഇപ്രാവശ്യത്തെ, ടോട്ടൽ 3 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഗിവ് അവേ. ഓക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ മുതൽ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് നോട്ടായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് അതൊന്ന് ഡോക്യുമെൻറ്റ് ചെയ്തിടുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. എന്നിട്ട് ഇപ്രാവശ്യത്തെ ഗിവ് അവേയിലേക്ക് കിടക്കാം. ഇപ്രാവശ്യത്തെ ഗിവ് അവേ എന്താണെന്ന് ഞാൻ ഫസ്റ്റ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണാത്തൊരു എന്തായാലും കാണാം. സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, അപ്പോൾ അതൊന്ന് സംസാരിക്കാം. അപ്പോൾ എൻ്റെ കോലം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക്. എനിക്ക് തീരെ വയ്യ, പനിയാണ്, ചുമയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ടില്ലേ ചേച്ചി, എന്തായി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് എന്തായാലും ഇടാതിരിക്കാൻ പറ്റത്തില്ലടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ മുതൽ ഒന്ന് സംസാരിക്കാം. ഫസ്റ്റ് ഗിവ് അവേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് 5 പേർക്കാണ് ഞാൻ ഫസ്റ്റ് ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ 5 ഗിവ് അവേയിൽ കുറേ കമൻറ്റ്സ് വന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 5 എന്നുള്ളത് 6 പേർക്കായിട്ട് കൊടുക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ 5 എന്നുള്ളത് 6 പേർക്കായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഗിവ് അവേ. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ നമ്മൾ അയച്ചു, അത് അവരുടെ വീട്ടിൽ കിട്ടി, അവർക്കത് റിസീവ് ആയെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അതായത് ആ 5 പേരെന്നുള്ളത് ഞാൻ 6 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 6 പേരും അവർക്ക് പ്രൊഡക്റ്റ് റിസീവ് ആയി, ഗിഫ്റ്റ് കിട്ടി, ചേച്ചി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേയുടെ ചൂട് 6 മുൻപേ തന്നെ ഞാൻ സെക്കൻഡ് ഗിവ് അവേയും കൂടെ പ്ലാൻ ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് ഗിവ് അവേയും കൂടെ ചെയ്തു. സോ സെക്കൻഡ് ഗിവ് അവേയിൽ ഞാൻ 5 പേരെ തന്നെയാണ് സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ലൈവ് വന്നിട്ടാണ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് പേരൊന്നും ആ ലൈവിൽ ഉണ്ടായിരുന്നില്ല. സോ എല്ലാവരും പറഞ്ഞു ചേച്ചിനെ ഇത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, ഞങ്ങളിപ്പോൾ ലൈവ് ചേച്ചിനെ കാണാനൊക്കെ അല്ലേ വന്നത്, സോ ഞങ്ങളെ കൂടി കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ലൈവിലുള്ളവരും കൂടെ സെലക്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഇങ്ങനെ 6 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ 6 പേരോട് എനിക്ക് മെയിലിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 7 പേരെന്തോ 7-8 പേരൊക്കെ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അവരുടെ പേര് വെച്ചിട്ട് പേര് അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ആയതായിരിക്കാം, മേ ബി ലൈവിലൂടെ പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി 6 എന്നുള്ളത് 7-8 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫൈൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ മെസ്സേജ് അയച്ച 7 പേർക്കും ഞാൻ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. നമ്മൾ 6 പേര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ 7 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ 7 പേരെയും വിഷമിപ്പിച്ചിട്ടില്ല. ഞാൻ 7 പേർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്ന് പറയാം. കുറേ പേരായി പറയുന്നു ഗിഫ്റ്റ് എന്താണെന്നൊന്നു കാണിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചു വെച്ച് കൊറിയർ ചെയ്യല്ല ചെയ്തത്. ഞാൻ അവർക്ക് വേണം എന്നുള്ള ഗിഫ്റ്റ് എന്താണെന്ന് അവരോടൊന്ന് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ഡ്രസ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1-2 പേര് അതിൽ ബാഗ്, കോസ്മെറ്റിക് ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് പറഞ്ഞവർക്കൊക്കെ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാഗ്, സ്കൂൾ ബാഗ് പറഞ്ഞ ഒരാൾക്ക് ഞാൻ സ്കൂൾ ബാഗ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതുപോലെ തന്നെ കോസ്മെറ്റിക് പറഞ്ഞ ആൾക്ക് ഞാൻ ലിപ്സ്റ്റിക്കും ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതാവുമ്പോൾ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പനി ആയതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് കൊടുത്ത്, സോ ദാറ്റ് അവർക്കത് വീട്ടിലെത്തിക്കോളുമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ അവർക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 ഡേയ്സിനുള്ളിൽ അവർക്കത് കിട്ടും. ഒരാൾക്ക് കോസ്മെറ്റിക് പറഞ്ഞ ആൾക്ക് അറൈവിങ് ടുമാറോ എന്ന് കാണിക്കുന്നുണ്ട്. സോ അയാൾക്ക് നാളെ അത് കിട്ടും. ഡ്രസ്സൊക്കെ ഇച്ചിരി ഡിലേ ഉണ്ട്, ഒരു 2-3 ഡേയ്സിനുള്ളിൽ കിട്ടും. പിന്നെ ഞാൻ വന്നിട്ട് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വേർത്തുകൊണ്ടിരിക്കുക. സോ നോക്കട്ടെ. സോ നമ്മുടെ ഫസ്റ്റത്തെ ആള് വന്നിട്ട് ബിൻസി എ ആണ്. ഫസ്റ്റത്തെ ഗിവ് അവേ വിന്നർ ബിൻസി എ ആണ്. സോ ബിൻസി കാണുന്നുണ്ടെന്ന് അറിയില്ല. ബിൻസി എ ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഗിവ് അവേ വിന്നർ. സോ ഞാൻ ബിൻസിക്ക് വന്നിട്ട് ഞാൻ ഈ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സോ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ബിൻസിക്ക് വന്നിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്രോക്ക് മോഡൽ ഡ്രസ്സാണ്. പുള്ളിക്കാരി ബിൻസി കമൻറ്റ് ചെയ്തിരുന്നത് എനിക്ക് ഒരു ഡ്രസ്സ് മതി ചേച്ചി, എന്തെങ്കിലും ഒരു ഡ്രസ്സ് മതി എന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഡ്രസ്സാണ് ഞാൻ പുള്ളിക്കാരിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തത്. പിന്നെ അടുത്ത ആള് വന്നിട്ട് ഓക്കെ, ബിൻസിക്ക് അത് 16th സെപ്റ്റംബറിന് റിസീവ് ആവുമെന്നാണ് കൊടുത്തിട്ടുള്ളത് ബിൻസിക്ക്. സോ ഇനി അടുത്ത നമ്മുടെ ആള് വന്നിട്ട് ശ്രീപ്രിയയാണ്. ശ്രീപ്രിയ സെക്കൻഡ് ഗിവ് അവേ വിന്നർ ശ്രീപ്രിയയാണ്. ഫ്രം അഡ്രസ് ഒന്നും ഞാൻ പറയുന്നില്ല, ശ്രീപ്രിയയാണ്. സോ ശ്രീപ്രിയ കമൻറ്റ് ചെയ്തിരുന്നത് പുള്ളിക്കാരിക്ക് ഡ്രസ്സ് വേണമെന്ന് തന്നെയാണ് കമൻറ്റ് ചെയ്തിരുന്നത്. സോ ഞാൻ പുള്ളിക്കാരിക്ക് ഈ ഒരു ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സോ ഈ ഒരു ടോപ്പാണ് ഞാൻ പുള്ളിക്കാരിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ 5 എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഞാൻ കൊടുത്തത് 7 പേർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. സോ എനിക്കിങ്ങനെ അയക്കുമ്പോൾ എനിക്കങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ അവർ ലൈവിലിരിക്കുമ്പോൾ അവരുടെ പേര് കേട്ടിട്ട് മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും മേ ബി മെസ്സേജ് അയച്ചത്. അപ്പോൾ ആഗ്രഹിച്ച് മെസ്സേജ് അയച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 7 പേർക്ക് ആക്കിയത് കേട്ടോ. 14th സെപ്റ്റംബറിന് ശ്രീപ്രിയയ്ക്ക് അത് റിസീവ് ആവും കേട്ടോ ഡ്രസ്സ്. അടുത്ത നമ്മുടെ തേർഡ് വിന്നർ കാവ്യ എ ആണ്. തേർഡ് വിന്നർ. സോ കാവ്യ പറഞ്ഞിരുന്നത് കോസ്മെറ്റിക് ഐറ്റംസ് എന്തെങ്കിലും മേടിച്ചു തരുമോ ചേച്ചി എന്നാണ് ചോദിച്ചിരുന്നത്. സോ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് പുള്ളിക്കാരിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സോ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് പുള്ളിക്കാരിക്ക് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ.
ആൻഡ് കാവ്യക്കത് നാളെ റിസീവ് ആവും കേട്ടോ കാവ്യ. ഓക്കെ, പിന്നെ അടുത്തത് ആരാന്ന് നോക്കാം. അടുത്തത് ടിങ്കുമോളാണ്. ടിങ്കുമോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചേച്ചി എനിക്കൊരു ബാഗ് മേടിച്ചു തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സ്കൂൾ ബാഗ്, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ബാഗ് ഇല്ല, സ്കൂൾ ബാഗ് വാങ്ങിച്ചു തരുമെന്നാണ് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ പുള്ളിക്കാരിക്ക് ഞാൻ ഈ ഒരു ബാഗാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. ഓർഡർ ചെയ്ത് കൊടുത്തത് ഈ ഒരു ബാഗാണ്. ആ ഒരു ബാഗാണേ. സോ പുള്ളിക്കാരിക്ക് 17th സെപ്റ്റംബറിനാണ് അത് റിസീവ് ആവുന്നത്. അങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് സന്ധ്യ SR ആണ്. സന്ധ്യ SR ആണ് നമ്മുടെ അടുത്ത വിന്നർ വന്നിട്ട്. അപ്പൊ പുള്ളിക്കാരിയും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ചേച്ചി എനിക്ക് ഒരു ഡ്രസ്സ് വേണം എന്നാണ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ പുള്ളിക്കാരിക്ക് വന്നിട്ട് ഈ ഒരു ടോപ്പാണ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഷർട്ട് മോഡൽ ടോപ്പാണ് ഞാൻ പുള്ളിക്കാരിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തത്. അത് വന്നിട്ട് 14th ഡിസംബറിന് ഡെലിവർ ആവും കേട്ടോ. സെപ്റ്റംബർ 14th ഡെലിവർ ആവും കേട്ടോ. ഇനി അടുത്തത് അടുത്തത് അഭിശ്രീ ആണ്. അഭിശ്രീ പുള്ളിക്കാരിയും ഡ്രസ്സ് വേണമെന്നാണ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ പുള്ളിക്കാരിക്ക് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റുമെന്നോ അറിയില്ല. സോ പുള്ളിക്കാരിക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സ്, ആ കമന്റിൽ എനിക്ക് ഡ്രസ്സ് മതി ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ പുള്ളിക്കാരിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് എന്നാണ്, അത് 10-11 ഡെലിവർ ആവുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഫൈനൽ 7th ഞാൻ ഒരാളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ 7th ആള് വന്നിട്ട് പ്രിയ ഷെട്ടിയാണ്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ആണെന്ന് തോന്നുന്നു, പ്രിയ ഷെട്ടി. സോ പുള്ളിക്കാരിക്കും ഡ്രസ്സ് വേണമെന്നാണ് കമന്റ് ഇട്ടിരുന്നത്. ഞാൻ പുള്ളിക്കാരിക്ക് ഈ ഒരു കുർത്തിയാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തത്. സോ അത് എന്നാ റിസീവ് ആവുന്നതെന്ന് അറിയത്തില്ല, നോക്കട്ടെ. അത് വന്നിട്ട് 17th സെപ്റ്റംബറിന് റിസീവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും 7 പേർക്കാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും പ്രൊഡക്റ്റ് ഷിപ്പ്ഡ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ലിപ്സ്റ്റിക് ഓർഡർ ചെയ്ത കുട്ടിക്ക് നാളെ ലിപ്സ്റ്റിക് കിട്ടും. ഡ്രസ്സ് 1-2 ദിവസത്തെ ഡിലേ ഉണ്ട്. എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും റിസീവ് ആവും. സോ റിസീവ് ആകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ വന്നിട്ട് അറിയിക്കണം, ചേച്ചി ഞാൻ ഗിവ് അവേ വിന്നർ ആയിരുന്നു, സോ എനിക്ക് ഗിഫ്റ്റ് കിട്ടി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. മറക്കരുത് മെസ്സേജ് ഇടാനായിട്ട്. കഴിഞ്ഞ ഫസ്റ്റ് ഗിവ് അവേയിലത്തെ എല്ലാവരും എനിക്ക് വന്നിട്ട് മെയിലിലും കമന്റിലൊക്കെ മെസ്സേജ് അയച്ചു, ചേച്ചി ഒരുപാട് സന്തോഷം, ആദ്യമായിട്ടാണ് ഒരു ഗിവ് അവേ ഗിഫ്റ്റ് കിട്ടുന്നത്, ആദ്യമായിട്ടാണ് അയക്കുന്നത്, വിന്നർ ആവാൻ പറ്റിയാണ്, ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ആണ്. സോ എല്ലാവരും വന്നിട്ട് റിസീവ് ആയി കഴിയുമ്പോൾ ഒന്ന് വന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ലടാ. പക്ഷേ ഞാൻ എനിക്ക് തീരെ വയ്യ, എൻ്റെ സൗണ്ടൊക്കെ ഒത്തിരി പോയിരിക്കുവാണ്, ആകെ ഫുൾ ചേഞ്ച് ആയിരിക്കുവാണ് സൗണ്ടൊക്കെ. പിന്നെ തീരെ വയ്യ, ഞാനിപ്പോൾ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നിന്നിട്ട് എനിക്ക് ഭയങ്കര പനിയാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഉച്ചയ്ക്ക് എനിക്കൊന്നും ആയില്ല എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും നിങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴും എല്ലാവരും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വീഡിയോ എന്തെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സാറ്റർഡേയും കൂടെയാണല്ലോ, അപ്പോൾ ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണാനുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിവ് അവേയുടെ വിന്നേഴ്സിന് എല്ലാവർക്കും ഞാൻ ഫ്ലിപ്കാർട്ട് വഴി അവർ കമൻസിൽ ചോദിച്ച ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ എല്ലാവർക്കും അയച്ചിട്ടുള്ളത്. ചിലർ ഡ്രസ്സ്, ചിലർ ടോപ്പ്, കുർത്തി, പിന്നെന്താ കോസ്മെറ്റിക് ഐറ്റം, ബാഗ്, അങ്ങനെ പല പല സാധനങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 7 പേർക്കാണ്, ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം, ഫസ്റ്റ് ഗിവ് അവേയിൽ 5 പേർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 പേർക്കാണ് അയച്ചത്. ഇപ്പോൾ സെക്കൻഡ് ഗിവ് അവേയിൽ 6 പേർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 7 പേർക്കാണ് അയക്കുന്നത്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക, നമുക്ക് പെട്ടെന്ന് റവന്യൂ സംഭവമൊക്കെ കയ്യിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സോ ഈ കുഞ്ഞു ഗിഫ്റ്റ് ഇപ്പം ഞാൻ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടാണ് എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഗിവ് അവേ ഒക്കെ നമുക്ക് റവന്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത്രക്ക് സംഭവങ്ങളാണ് ഞാൻ അയച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഞാൻ ഫ്ലിപ്കാർട്ട് വഴി തന്നെയാണ് ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നത് 3 പേർക്കാണ്.
ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പിക്ക് ചെയ്ത് കറക്റ്റ് നമ്പേഴ്സ് കമന്റ് ചെയ്യുന്നുള്ള 2 പേർക്കും, അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഒരു സപ്പോർട്ടറായ ഒരാളും കൂടി സെലക്ട് ചെയ്യും. അങ്ങനെ ഇതിൽ 2 പേര്, ഇവിടെ ഒരാൾ, അങ്ങനെ ടോട്ടൽ 3 പേർക്കാണ് ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഇൻട്രോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ എൻറ്റയർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ ഏത് ഗിവ് അവേയിലാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എനിക്കിഷ്ടം. സോ അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം എന്ന് മസ്റ്റാണ്. ബാക്കിയൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ചേച്ചി കുറച്ച് പൈസ തരുമോ, അങ്ങനെ തരും ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടടാ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എനിക്ക് റവന്യൂ ഒക്കെ കിട്ടുന്ന ഒരു വലിയ യൂട്യൂബർ ആയിരുന്നു ഞാനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എന്താ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പൈസയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേനായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എനിക്കൊരു 1000 ഫോളോവേഴ്സ് പോലും ആയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരു യൂട്യൂബിൽ നിന്നോ പ്രൊമോഷനായിട്ടോ ഒന്നും ഒരു എമൗണ്ടും എനിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ രീതിയിൽ ചെറുതായിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സ് പോലും ഇപ്പം ഞാൻ ചെയ്യുന്ന അത്ര 5 പേർക്കോ 7 പേർക്കൊന്നും ഗിവ് അവേ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ 1 2 മാക്സിമം ഒരു 2 ആളൊക്കെ അവർ ഗിവ് അവേ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഞാൻ 7 പേർക്കൊന്നും ഇതുവരെ ആരും ഗിവ് അവേ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നോട്ട് ദ പോയിന്റ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആൻഡ് പിന്നെ കുറേ പൈസ കിട്ടുന്നവരൊക്കെയാണ് വലുതായിട്ട് ഒക്കെ എല്ലാവർക്കും സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ആവാണ്ട് പോലും ഞാനിപ്പോൾ ഒരു 6 പേർക്ക് 7 പേർക്കൊക്കെ ഗിഫ്റ്റ് അയക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ഫീൽ മൈസെൽഫ് സോ പ്രൗഡ്. സോ അതിൽ അല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വലിയ എമൗണ്ട് തരും അങ്ങനെ തരുമെന്നൊന്നും ചോദിച്ചിട്ട് ഇപ്പം എന്നെ കൊണ്ട് അതിനുള്ള മാർഗ്ഗം ഇല്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു കുഞ്ഞു എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്കിത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങട്ടെ. എൻ്റെ ഫസ്റ്റ് റവന്യൂ എനിക്ക് കയ്യിൽ കിട്ടട്ടെ. ഞാൻ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച് വന്നവരൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് വേണം, ആ ഒരു റവന്യൂ കിട്ടി തുടങ്ങാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായോ? ഞാനിപ്പോൾ പോലും എനിക്ക് അത്രയും നിങ്ങൾക്കറിയാം, ഞാൻ കാണുന്നുണ്ട് ഞാൻ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പനിയാകുമ്പോൾ ഞാൻ ഭയങ്കര സ്വെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്നിട്ട് പോലും ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് നിങ്ങളോടുള്ള ആ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് മാത്രമാണ്. സോ നിങ്ങളും തിരിച്ച് അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ കൂടെ തന്നെ Q&A വീഡിയോയും കൂടെ അങ്ങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു Q&A ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ലൈവിൽ കുറച്ച് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൈവ് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അവർക്കൊന്നും കാണാൻ പറ്റിയില്ല എന്ന് കുറേ കമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഓക്കെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഒന്ന് പറയാം. യൂട്യൂബ് അഞ്ജലി അജിത 1582 ആണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ സിറ്റുവേഷൻ, അതിന് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് സിറ്റുവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വലിയ സിറ്റുവേഷൻ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഒരു ബ്രീഫായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന സമയം, എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ ഐ ഫീൽ ലൈക്ക് ഭയങ്കര എംപ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സമയം. സോ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തിലെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആവണം. സോ അതായത് ഈ 9 to 5 ജോബ് സംതിങ് അത് മാത്രമല്ലാതെ എനിക്ക് എന്തിലെങ്കിലും കൂടെ എൻഗേജ് ആവണം. സോ ദാറ്റ് എനിക്ക് അപ്പോൾ ഫസ്റ്റ്ലി എൻഗേജ്ഡ് ആവണം തോന്നിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഉള്ളിൽ വന്നത് ഓക്കെ യൂട്യൂബിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ വന്നത്. കാരണം ബിക്കോസ് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും, ഒത്തിരി ഒരു ഫാമിലിയെ കിട്ടും യൂട്യൂബിൽ നിന്നാകുമ്പോൾ. ഇപ്പം നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ കണ്ടില്ലെങ്കിൽ ചേച്ചി ഇന്ന് കണ്ടില്ലല്ലോ, എന്ത് പറ്റി, ഇപ്പോൾ എനിക്കിപ്പോൾ പനിയായപ്പോൾ തന്നെ ഞാൻ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ കുറേ കമൻറ്റ് ഉണ്ട്, ചേച്ചി പനി മാറിയോ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടല്ലോ, പനി മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്, ബെറ്റർ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ആയിരിക്കും ബെസ്റ്റ് ഒരു ചോയ്സ് എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുക, നമ്മളെ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിൽ എന്ത് പറ്റിയും ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എൻഗേജ്ഡ് ആവാം, കുറച്ച് 10 പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളെ ആ ലോൺലിനെസ് കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് എന്തൊക്കെ പ്രത്യേകിച്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഓൾറെഡി എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് കുഴപ്പമില്ല, കുറച്ചെങ്കിലും ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനായിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട്. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നല്ല കോണ്ടൻസ് ഒക്കെ തരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
അപ്പോഴാണ് ഈ പനിയൊന്ന് വന്നപ്പെട്ടത്. അതൊന്ന് ഇനിയൊന്ന് ഓക്കെ ആയിട്ട് നല്ല നല്ല കോണ്ടൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെന്താ, അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ എന്താ, അങ്ങനെ മൈക്കോ ട്രൈപോഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇനിയും വേണം അതൊക്കെ വാങ്ങിക്കാനായിട്ട്. പതുക്കെ പതുക്കെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വീണ അനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിട്ടുള്ളത്. വീണ അനീഷ് നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേയിലെ ഒരു വിന്നർ ആയിരുന്നു. വീണ അനീഷ്, എനിക്ക് പേര് നല്ല ഓർമ്മയുണ്ട്. ഇയാളുടെ നാട് ഏതാണ്, എന്താ പഠിച്ചത്, മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ നാട് വന്നിട്ട് തൃശ്ശൂരാണ്. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് വന്നിട്ട് ട്രിവാൻഡ്രത്താണ് കേട്ടോ. എൻ്റെ നാട് വന്നിട്ട് തൃശ്ശൂരാണുള്ളത്. എവിടെയാണ് പഠിച്ചത്? ഞാൻ തൃശ്ശൂർ തന്നെയാണ് പഠിച്ചത്. ഞാൻ ആൻഡ് മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ മാരീഡ് അല്ല. മാരീഡ് ആകുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളൊക്കെ അറിയിച്ചിട്ടേ മാരി ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അഞ്ജന ശശിധരൻ ചോദിച്ചിട്ടുണ്ട്. ടെൽ അബൌട്ട് യുവർ സെൽഫ്, യുവർ പ്ലേസ്, വാട്ട് ആർ യു ഡൂയിങ് ആൻഡ് യുവർ ഫാമിലി ചോദിച്ചിട്ടുണ്ട്. സോ മൈസെൽഫ്, ഞാൻ ദുർഗ. സോ എൻ്റെ പ്ലേസ് വന്നിട്ട് തൃശ്ശൂരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വന്നിട്ട് ട്രിവാൻഡ്രത്താണ്. ആൻഡ് പിന്നെന്താ, ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്, അനിയത്തി പഠിക്കുകയാണ്. അവൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെന്താ, ഗിവ് അവേ പലരും കുറേ പേരായി പറയുന്നത് എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഞാൻ വേറൊരു ഫോൺ എടുത്തിട്ട് കമൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ പക്ഷെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേര് അറ്റ് സെയിം ടൈം കുറേ കമൻറ്റ്സ്. ഇപ്പം നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതിയിടാ. ഇപ്പം ഞാൻ ഗിവ് അവേയിൽ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഞാൻ മൾട്ടിപ്പിൾ കമൻറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. കുറേ കമൻറ്റ് ഒരുമിച്ച് ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ യൂട്യൂബ് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിരിക്കും അത്. ഇനി ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ റീസൺ എന്താണ്, മോട്ടിവേഷൻ എന്താണ്? അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഞാനിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഇൻട്രാക്ട് ചെയ്യണം, കുറച്ച് പേർക്ക് സംസാരിക്കണം, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം എന്നെ ഇന്ന് കണ്ടില്ലെങ്കിൽ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മറിയമോൾ ചോദിച്ചിട്ടുണ്ട്. ചാനലിൽ ഏത് രീതിയിലുള്ള വീഡിയോസ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി വ്ളോഗ്, ഡെയിലി ലൈഫ് പോലെ ചെയ്യണം. എനിക്ക് എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ അതൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് ബ്യൂട്ടി വ്ളോഗ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ഐറ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോലെ ഇങ്ങനെ ഹാക്ക് വീഡിയോസ് ആയിക്കോട്ടെ, എക്സ്പെരിമെൻറ്റ് വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഔട്ടിംഗ് വ്ളോഗ്സ്, അങ്ങനത്തെ എന്തെങ്കിലും, പിന്നെ ഡ്രസ് ഹോൾ, അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചാനൽ റൺ ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. മറിയ തന്നെ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാനിങ് എന്തൊക്കെയാണെന്നും. ഫ്യൂച്ചർ പ്ലാനിങ് ഈ പറഞ്ഞ പോലെ എനിക്ക് യൂട്യൂബ് ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും ഇതിലേക്ക് ഇറങ്ങി. ഇപ്പം എനിക്ക് കുറച്ച് നിങ്ങളെപ്പോലെ നല്ല ഫാമിലി കിട്ടി. എനിക്ക് ചിലവരുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലരൊക്കെ ഡെയിലി എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ വന്ന് മെസ്സേജ് ഇട്ട് എല്ലാ വീഡിയോയിലും മെസ്സേജ് ഇടുന്നുണ്ട്, അല്ല കമൻറ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവർക്ക് ഭയങ്കര എസ്പെഷ്യലി നിങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ അത് യൂട്യൂബ് ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ കരിയർ വൈസ് കുറച്ചുകൂടി ഗ്രോ ആവണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയട്ടെ. ഈ ഗിവ് അവേ എന്ന് മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ആരും നിൽക്കണ്ട. അത് കുറച്ച് ഹേർട്ട്ഫുൾ ആണ്. ഇപ്പം ഞാൻ ഗിവ് അവേ ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ എല്ലാത്തിൻ്റെ അടിയിൽ വന്നിട്ട് ചേച്ചി ഗിവ് അവേ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് നിങ്ങൾ ഗിവ് അവേ മാത്രം നോക്കിയിട്ടാണോ എൻ്റെ ചാനലിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലർ ഇതൊക്കെ. അപ്പോൾ ഗിവ് അവേ മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് ആരും നിൽക്കണ്ട. ഗിവ് അവേ ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ദിസ് ചാനൽ. ഈ ചാനലിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഗിവ് അവേ. ഈ ചാനൽ കംപ്ലീറ്റ്ലി ഗിവ് അവേ അല്ല, ഈ ചാനലിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഗിവ് അവേ. സോ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് നിൽക്കുക. അല്ലാതെ എപ്പോഴും ഗിവ് അവേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് റിയലി ഒരു വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ആനി ജോൺസൺ 3459 ചോദിച്ചിട്ടുണ്ട്, ഈ ചാനൽ സ്റ്റാർട്ടാക്കാനുള്ള കാരണം എന്താ? കാരണം ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ചേച്ചിൻ്റെ പ്ലേസ് എവിടെ? പ്ലേസ് തൃശ്ശൂരാണ്. ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ അച്ഛനമ്മ അനിയത്തിയാണുള്ളത്. അവർക്കൊന്നും അങ്ങനെ വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. അനിയത്തിയാണ് പിന്നെയും കുറച്ചുകൂടെ വരുന്നത്. അവളെ ഞാൻ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഞാൻ കാണിക്കാം അവിടെ. പിന്നെ വർക്ക് ചെയ്യുവാണോ? അതെ, ഞാൻ വർക്ക് ചെയ്യുവാണ്. ട്രിവാൻഡ്രത്താണ് ഞാൻ വർക്ക് ചെയ്യണത്. മാരീഡ് അല്ലല്ലോ? അല്ല, മാരീഡ് അല്ലടാ. ഓക്കെ, ഇനി പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പ്ലേസ്
തൃശ്ശൂരാണ് പ്ലേസ്. അച്ചൂട്ടിയാണ് അത് ചോദിച്ചത്. പിന്നെ ഹന ഫാത്തിമ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, എന്തുകൊണ്ടാണ്? യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 വീക്സ് കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ചാനൽ തുടങ്ങിയത്? ചാനൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിടാം. ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വീക്സ് കഴിഞ്ഞു. പിന്നെ ഫ്ലൈയിങ് സ്റ്റാർ 14 ചോദിച്ചിട്ടുണ്ട്, ടെൽ അബൌട്ട് യുവർ സെൽഫ്, ചേച്ചിയുടെ പ്ലേസ് എവിടെയാ, എന്ത് ചെയ്യുന്നു, ജോബ് എന്താ, അതൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞടാ. ഓക്കെ, പിന്നെന്താ, ടെൽ അബൌട്ട് യുവർ സെൽഫ് അശ്വിനി ചോദിച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു. ഫാമിലിനെ പറ്റിയൊക്കെ പറഞ്ഞു. അബ്ദുൾ മുനീർ പറഞ്ഞു, ഫസ്റ്റ് ഗിവ് അവേ പൊളിച്ചു, സൂപ്പർ വീഡിയോസ്, ഇനിയും പ്രതീക്ഷിക്കുന്നു, നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഗിവ് അവേ Q&A ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ഇത്രയൊക്കെ ആണ് അവർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പിന്നെന്താ, കഴിഞ്ഞത് ഞാൻ ഗിവ് അവേ ഉണ്ടെന്ന് ഇട്ടപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്നൊക്കെ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ Q&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാലാണ് അതിന് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഇതുവരെയും ഗിവ് അവേ വിന്നേഴ്സ് ആയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഫസ്റ്റ് ഗിവ് അവേ വിന്നേഴ്സിനും സെക്കൻഡ് ഗിവ് അവേ വിന്നേഴ്സിനും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇനി ഗിവ് അവേ കിട്ടാത്തൊരു വിഷമിക്കേണ്ട, നമുക്ക് ഇഷ്ടം പോലെ ഗിവ് അവേസ് ഇനിയും വന്നുകൊണ്ടിരിക്കുവാണ്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ മാത്രം മതി, നിങ്ങൾക്കും ചാൻസ് ഉണ്ട് ഗിവ് അവേ വിന്നേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കുറേ പേര് വന്നിട്ട് വാട്ട് ഈറ്റിൻ്റെ ഡേ, പിന്നെ എന്താ നെയിം ഈറ്റിംഗ് ചാലഞ്ച്, അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ കുറേ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എല്ലാം ചെയ്യാം, സമയമുണ്ടല്ലോ, നമുക്കെല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിക്കാത്തപ്പോഴാണ് എനിക്ക് ഈ പനി വന്ന് പെട്ടുപോയത്. സോ നമുക്ക് എല്ലാം ഇനി ചെയ്യാം, എല്ലാം ചെയ്ത് നമുക്ക് സെറ്റായിട്ട് വരാം. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വീക്സേ ആവുന്നുള്ളൂ. ഈ 3 വീക്സിനുള്ളിൽ തന്നെ ഐ എം ഡൂയിങ് ദ 3rd ഗിവ് അവേ. സോ 3rd ഗിവ് അവേ ആണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഗിവ് അവേയിൽ തന്നെ 6 പേർക്ക്, രണ്ടാമത്തെ ഗിവ് അവേയിൽ 7 പേർക്ക്, ഇത്രയും പേർക്ക് ഞാൻ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഗിവ് അവേ കൊടുത്തു. ഇനി അടുത്ത ഗിവ് അവേ ഇതാ കൊടുക്കാൻ പോകുന്നു. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ നമുക്ക് മന്ത്ലി ഇനി മുതൽ ഗിവ് അവേ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഈ 3rd ഗിവ് അവേൻ്റെ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് വെൻ വി ഹിറ്റ് 1K ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ 3rd ഗിവ് അവേൻ്റെ വിന്നേഴ്സിനെ പിക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുവരെ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുവരെ ഈ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ എപ്പോഴാണോ 1K ഹിറ്റ് ആവുന്നത് അപ്പോഴായിരിക്കും ഞാനിതിൻ്റെ വിന്നറിനെ കുറിച്ച് പറയാം. സോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വിന്നർ ചോദിക്കേണ്ട, ഞാൻ 1K എന്നാണ് നമുക്ക് ഹിറ്റ് ആവുന്നത്. 1K ഹിറ്റ് ആവുന്ന അന്നാണ് നമ്മുടെ 3rd ഗിവ് അവേയുടെ വിന്നേഴ്സിനെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ആൻഡ് പിന്നെന്താ, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നുള്ളത് മസ്റ്റാണ്, എന്നാലേ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ ആയിരിക്കണം. വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ആക്ച്വലി ഞാനിന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല ഭംഗിയിൽ ഗെറ്റപ്പ് ചെയ്ത് വന്ന് വീഡിയോ ഒക്കെ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടാൽ അറിയാം, ഞാനൊരു കണ്ണ് പോലും എഴുതിയിട്ടില്ല. അത്രയും കുറച്ച് പരിതാപകരമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. തീരെ വയ്യ, എണീറ്റ് നിൽക്കാൻ പോലും എനിക്ക് വയ്യ. പക്ഷേ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞും പോയി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വിട്ടു. ഇനിയിപ്പോൾ വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ചേച്ചി വീഡിയോ ഇടാത്തേന്ന്. സോ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുവാണ്. സോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് മറക്കണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് മറന്നാൽ പിന്നെ എന്താ, ഇതൊന്നും നോക്കാതെയാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പിന്നെ സോ എല്ലാവരും വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി അടുത്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാൻ ഞാനും എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. സോ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, ലവ് യു, ടേക്ക് കെയർ, ബൈ.